ശീമച്ചക്ക കൊണ്ടൊരു കൂട്ടുകറി. വളരെ സ്വാദാണ്. ശീമച്ചക്ക ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വെറുതെ പുഴുങ്ങി കഴിച്ചാലും വളരെ നല്ലതാണ് ശീമച്ചക്ക. അപ്പോൾ അതൊരു കൂട്ടുകറിയായി മാറിയാൽ എങ്ങനെ ഉണ്ടാവും? ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ, ആപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും, ഇടിയപ്പം ഒക്കെ. അപ്പോൾ നമുക്ക് ശീമച്ചക്ക കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശീമച്ചക്ക ഒരു ഇടത്തരം ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, സവാള ഒരു വലുത് അഥവാ 2 ചെറുത് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇനി അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ ചിരകിയത് 1 കപ്പ്, മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3/4 ടേബിൾ സ്പൂൺ, കുരുമുളക് 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ. ഇനി മറ്റു ചേരുവകൾ: തേങ്ങയുടെ 1/4 പാൽ 1/2 കപ്പ്, തേങ്ങയുടെ 2/2 പാൽ 1/2 കപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: എണ്ണ, കറിവേപ്പില, കടുക്, വറ്റൽമുളക്, ഉപ്പ് പാകത്തിന്. ഇനി നമുക്ക് ശീമച്ചക്ക കൂട്ടുകറി തയ്യാറാക്കാം. എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചതുര കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഇടത്തരം ശീമച്ചക്ക തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കുക. പിന്നെ അതുപോലെ സവാള ഒരു വലുതല്ലെങ്കിൽ 2 ചെറുത്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. എന്നിട്ട് ശീമച്ചക്ക അരിഞ്ഞിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുക, അല്ലെങ്കിൽ അതിൻ്റെ നിറം മാറും. ഉരുളക്കിഴങ്ങിൻ്റെ കഥ പറഞ്ഞ പോലെയാണ്. കളർ മാറാതിരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കിടക്കുന്നതാണ് നല്ലത്. ഇത്രയും നേരം ഞാൻ ശീമച്ചക്ക വെള്ളത്തിലിട്ടിരുന്നു, ഇപ്പോഴാണ് ആ വെള്ളത്തിൽ നിന്നും മാറ്റിയത്. അതിനോടൊപ്പം തന്നെ സവാള. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് വേകാനായിട്ട് നമുക്ക് തേങ്ങാപ്പാലിൽ തന്നെ വേവിക്കാം. തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ച് കുറച്ച് നെടുകിയ പാലായിക്കോട്ടെ, ഒരു 1.5 കപ്പ്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, അതായത് കഷ്ണങ്ങളിൽ പിടിക്കാൻ ആവശ്യമായ ഉപ്പ്. ബാക്കി നമ്മൾക്ക് പിന്നെ ചേർക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക, എല്ലാ ചേരുവകളും ഒന്ന് യോജിക്കട്ടെ. ഇനി പാത്രം ഒന്ന് അടയ്ക്കാം. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇത് വേകാനായിട്ട്. അപ്പോൾ വേകുന്ന സമയവും നമ്മൾ കളയുന്നില്ല. ഈ പാത്രം ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഈ അടുപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? തേങ്ങ വറുക്കാൻ പോവുകയാണ്. മസാല ഉണ്ടാക്കണ്ടേ, അതിൻ്റെ അരപ്പിനാവശ്യമുള്ള തേങ്ങയും മറ്റു കാര്യങ്ങളും എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ തേങ്ങ വറുക്കാൻ പോകണം. ഇത് വറുത്തരയ്ക്കണം. കുറച്ച് തേങ്ങ എന്ന് പറഞ്ഞാൽ അരമുറി തേങ്ങ, ചെറിയൊരു തേങ്ങയുടെ പകുതി. കപ്പളവ് പറയുകയാണെങ്കിൽ 1 കപ്പ് തേങ്ങ ചിരകിയത്. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് വറുക്കാം. അപ്പോൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഡ്രൈ ഫ്രൈ. ഈ ഒരു സ്റ്റേജിൽ എണ്ണ വേണ്ട. അവസാനം ആകാറുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഏകദേശം മൂക്കാറായി കഴിയുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കണം. അതായത് നമ്മൾ പെരിഞ്ജീരകവും കുരുമുളകും മുഴുവനെയാണ് ചേർക്കുന്നത്. ബാക്കി 2 കാര്യങ്ങൾ പൊടിയാണ്, മല്ലിപ്പൊടി, മുളക് പൊടി. അത് ഏറ്റവും അവസാനം ചേർത്താൽ മതി. പക്ഷേ പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂണും കുരുമുളക് ഒരു 1/2 ടീസ്പൂണും ഇടയ്ക്ക് വെച്ച് ചേർക്കാം. നല്ല കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ ആകട്ടെ ഏകദേശം. ഇപ്പോൾ തേങ്ങ കുറച്ച് മൂത്ത് തുടങ്ങുന്നുണ്ട്. ഇനി ഒരു സ്റ്റേജിൽ നമ്മൾ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ നമ്മൾ പെരിഞ്ജീരകം ഒരു വലിയ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ. ഗരം മസാല പൊടി നമ്മൾ ചേർക്കുന്നില്ല, അതിൻ്റെ ഒറ്റ കാര്യമേ ചേർക്കുന്നുള്ളൂ, പെരിഞ്ജീരകം. അതും കൂടി ചേർത്തിട്ടാണ് വറുക്കുന്നത്. ഇനി ബാക്കി വറുക്കലെല്ലാം ഇത് 2 കൂടി ചേർത്തിട്ട് നമ്മുടെ ശീമച്ചക്ക ഇങ്ങനെ വെന്ത് പൊങ്ങി നല്ലതായിട്ട് തേങ്ങാപ്പാലിൻ്റെ കൂടെ കിടന്ന് വേഗമാണ്. ഏകദേശം വറ്റാറായി വരുന്നു. ഇനിയും വേഗട്ടെ, കുറച്ചുകൂടി വേകാനുണ്ട്. അത് നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങാ വറുക്കലിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഏതാണ്ട് മൂത്ത് റെഡിയായി കഴിഞ്ഞു. ഇനി തീ ഒരല്പം കുറച്ചിട്ട് നമ്മുടെ പെരിഞ്ജീരകമൊക്കെ ഇങ്ങനെ മൂത്ത് പൊട്ടുന്നൊരു ശബ്ദം കേൾക്കാം. ഇനി ഇതിലേക്ക് 2 കാര്യം. ഒന്ന് മല്ലിപ്പൊടി ഒരു 3/4, ഒരു വലിയ സ്പൂണിൻ്റെ 3/4 ഭാഗം. അതേ അളവ് തന്നെ മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. 2 കാര്യങ്ങളും ചേർത്ത്. ഇനി ഇത് ഒരുപാട് സമയമൊന്നും വേണ്ട, നല്ല ചൂടായി കിടക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. വേഗം ഒന്ന് വഴറ്റി പെട്ടെന്ന് തന്നെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ആ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഒന്ന് മൂക്കണം, ആ പച്ചച്ചുവയൊക്കെ മാറും. അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മൂത്ത മണം വരുന്നു. എനിക്ക് ചുമയ്ക്കാൻ തോന്നുന്നു. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതൊരല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകിൽ അരകല്ല് വെച്ച് നല്ല വടി അരയ്ക്കുക,
മഷി പോലെ, അല്ലെങ്കിൽ മിക്സി ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ശീമച്ചക്ക പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം. അരപ്പെല്ലാം അരച്ചിവിടെ റെഡിയാക്കിക്കൊണ്ട് വച്ച് കഴിഞ്ഞു. ഇത് ഏകദേശം വെള്ളം വറ്റി കഴിഞ്ഞു. രണ്ടാം പാലെല്ലാം തന്നെ വറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങ വറുത്തരച്ച കൂട്ട് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. ഇനി ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർക്കാം. ഇനി വീണ്ടും ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ അരപ്പ് ശീമച്ചക്കയുടെ കൂടെ കിടന്നിങ്ങനെ നന്നായിട്ടൊന്ന് തിളക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരുപാട് ലൂസ് അല്ലാണ്ട് ചെയ്യാം ഈ ഒരു രീതിയിൽ. ഇനി അതല്ല ചപ്പാത്തിക്കും ആപ്പത്തിനും ഒക്കെ വേണ്ടി തയ്യാറാക്കുകയാണെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടുക. അപ്പോൾ ഇതിൻ്റെ ചാറ് കുറച്ചുകൂടി ലൂസാകും. അതനുസരിച്ച് എന്തായാലും അരപ്പെല്ലാം ഇത്ര തന്നെ ധാരാളം മതിയാകും. ഇനി കൂടുതൽ തേങ്ങയും മുളക് പൊടി അങ്ങനെ ഒന്നും ആവശ്യമില്ല, ഇത് തന്നെ മതി. പിന്നെ ഇത്രത്തോളം തേങ്ങ മൂക്കണം എന്നില്ല, ഇച്ചിരി കൂടെ കുറച്ച് മൂത്താലും മതി. അപ്പോൾ കളറിന് ഇത്രയും ഒരു ഡാർക്ക് കളറില്ല, കുറച്ചുകൂടെ ലൈറ്ററായിട്ട് കുറച്ചുകൂടെ ഇളം ബ്രൗൺ കളറായിരിക്കും. ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളോടുകൂടി തയ്യാറാക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.